കൂട്ടുകാരെ, നന്മണിയുടെ കൂട്ടുകാരെ കണ്ടിട്ട് ഒത്തിരി ദിവസമായി അല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നോ? സ്കൂളിലെ അവധിക്കാലമൊക്കെ തുടങ്ങി അല്ലേ? എന്തു ചെയ്യുക എല്ലാവരും? നന്മണി എവിടെ പോയിരുന്നു? എത്ര ദിവസമായി ഞങ്ങൾ നോക്കിയിരിക്കുന്നു. കഥ പറയുന്നില്ലേ? നന്മണി നിങ്ങൾ കൂട്ടുകാർക്കായി കഥകൾ ശേഖരിക്കാൻ പോയിരിക്കുകയായിരുന്നു. ഇത്തവണ ഒരുപാട് കഥകളുമായാണ് നന്മണി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു കുഞ്ഞു കഥ കേട്ടാലോ? ഇന്നത്തെ കഥ ഒരു സിംഹത്തിൻ്റെയും ഒരു കരടിയുടെയുമാണ്. കഥയിലേക്ക് പോകാം. ദൂരെ ദൂരെ ഒരു സ്ഥലത്ത് ഒരു സിംഹവും ഒരു കരടിയും ഉണ്ടായിരുന്നു. അവർ രണ്ടും ഉറ്റ കൂട്ടുകാരായിരുന്നെങ്കിലും പല സമയങ്ങളിലും അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുകളുമൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ആ കാട്ടിൽ കടുത്ത വേനൽക്കാലം വന്നുപെട്ടു. ആ കടുത്ത വേനൽക്കാലത്ത് ചൂടുകൊണ്ടും വെള്ളം കിട്ടാതെയും ആകെ മൃഗങ്ങളെല്ലാം പൊറുതിമുട്ടി. എല്ലാവരും വെള്ളം അന്വേഷിച്ച് നടപ്പായി. ആ കൂട്ടത്തിൽ നമ്മുടെ സിംഹവും കരടിയും കുറച്ച് വെള്ളം കുടിക്കാൻ ഒരരുവി തപ്പിയിറങ്ങി. അങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ വെള്ളമുള്ള ഒരു അരുവി അവർ കണ്ടെത്തി. പക്ഷേ ഒഴുക്ക് കുറഞ്ഞ വളരെ കുറച്ച് വെള്ളം മാത്രമായിരുന്നു അതിലൂടെ ഒഴുകിയിരുന്നത്. കൂടാതെ അവർ ചെന്നെത്തിപ്പെട്ട സ്ഥലത്ത് ഒരാൾക്ക് മാത്രമേ ഒരു സമയം ഇറങ്ങാൻ സാധിക്കുമായിരുന്നുള്ളൂ. അപ്പോൾ ആരാണ് ആദ്യം വെള്ളം കുടിക്കണമെന്ന കാര്യത്തിൽ അവർ രണ്ടാളും തമ്മിൽ തർക്കമായി. ഞാനിറങ്ങും ആദ്യമെന്ന് സിംഹവും, അല്ലല്ല നീ അവിടെ നിൽക്ക്, ഞാൻ ആദ്യം ഇറങ്ങാമെന്ന് കരടിയും. അങ്ങനെ പറഞ്ഞ് ആ തർക്കം കുറച്ചു വലുതായി. രണ്ടും കാട്ടിലെ മൃഗങ്ങളല്ലേ. തർക്കം മൂത്ത് അവർ തമ്മിൽ അതൊരു യുദ്ധം പോലെയായി. രണ്ടുപേരും തങ്ങൾക്കാകുന്ന ശക്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിച്ചു. അതിനിടയ്ക്ക് വെള്ളം കുടിക്കുന്ന കാര്യമൊക്കെ അവർ മറന്നു എന്ന് വേണം പറയാൻ. വളരെ കോപത്തോടെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നതിനിടയിൽ ഇടയ്ക്കൊരു നിമിഷം അവർ ശാന്തരായപ്പോൾ കുറേ കഴുകന്മാർ ഒരു പാറപ്പുറത്ത് അവരെ നോക്കിയിരിക്കുന്നത് കണ്ടു. കഴുകന്മാരെന്താ ചെയ്യുന്നത്? ചത്തുകിടക്കുന്ന മൃഗങ്ങളെയൊക്കെ കൊത്തി അവരുടെ ഭക്ഷണമാക്കും. അത് നമ്മുടെ കരടിക്കും സിംഹത്തിനും അറിയാം. ആരെങ്കിലും ഒരാൾ ചത്തുപോകുമ്പോൾ താഴോട്ട് പറന്നിറങ്ങി അതാരാണെങ്കിലും അവനെ ഭക്ഷണമാക്കാനാണ് ഈ കഴുകന്മാർ നോക്കിയിരിക്കുന്നത്. ഈ കാഴ്ച കണ്ട സിംഹത്തിനും കരടിക്കും തങ്ങളുടെ ജീവന് തന്നെ ആപത്തായിട്ടുള്ള കാര്യമാണ് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ തന്നെ മനസ്സിലായി. ആ കാഴ്ച അവരെ ചിന്തിപ്പിച്ചു. അങ്ങനെ രണ്ടുപേരും വിട്ടുവീഴ്ച ചെയ്യാൻ തീരുമാനിച്ചു. തർക്കം ഒത്തുതീർപ്പിലായി. നീ ആദ്യം ഇറങ്ങിക്കോളൂ എന്ന് സിംഹവും, അല്ല നീ ആദ്യം ഇറങ്ങിക്കോളൂ എന്ന് കരടിയും പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിലുള്ള തർക്കം ഒഴിവായി. ഒരാൾ ആദ്യം ഇറങ്ങിക്കുടിച്ചു, അതിനുശേഷം അടുത്തയാളും ഇറങ്ങി. എന്നിട്ട് പരസ്പരം പറഞ്ഞു, നമുക്ക് കൂട്ടുകാരാകുന്നതാണ് നല്ലത്. പരസ്പരം യുദ്ധം ചെയ്താൽ ആ കഴുകൻ്റെ ഭക്ഷണമാകും. എന്തായാലും രണ്ടുപേർക്കും നല്ല ബുദ്ധി തോന്നിയത് നന്നായി എന്ന് സിംഹവും കരടിയും അന്യോന്യം പറഞ്ഞു. അങ്ങനെ തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി പലയിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരായാൽ വിട്ടുവീഴ്ച ചെയ്യണമെന്നും സമ്മതിച്ചുകൊണ്ട് അവരവിടെ നിന്നും യാത്രയായി. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്കെന്താ മനസ്സിലായത്? യുദ്ധം ചെയ്യുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല അല്ലേ? പലപ്പോഴും നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങുന്ന കുഞ്ഞു കുഞ്ഞു വഴക്കുകളാണ് പിന്നീട് വലിയ വഴക്കിലേക്ക് ചെന്നെത്തിക്കുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് വരെ കാരണമാകുന്നത് കേട്ടോ. പലയിടത്തും പല രാജ്യങ്ങളും തമ്മിൽ യുദ്ധങ്ങളും വഴക്കുകളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ദുരിതം അവിടുത്തെ ജനങ്ങളെല്ലാം അനുഭവിക്കുന്നുമുണ്ട് അല്ലേ? ആർക്കും നല്ലതിനല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുന്നത്. അത് കൂട്ടുകാരായാലും വീട്ടിലുള്ളവരായാലും ബന്ധുക്കളായാലും സഹോദരങ്ങളായാലും ആരാണെങ്കിലും പലപ്പോഴും വിട്ടുവീഴ്ച ചെയ്യേണ്ട സമയങ്ങൾ വരുമ്പോൾ ഒന്ന് ക്ഷമിച്ചുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. കേട്ടോ കൂട്ടുകാരെ? അപ്പോൾ ഈ കുഞ്ഞു കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കട്ടെ. വീണ്ടും
മറ്റൊരു കഥയുമായി അടുത്ത ദിവസം കാണാം. ബൈ ബൈ.